തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളൻ ഉറങ്ങിപ്പോയി. തിടപ്പള്ളിയിൽ ഉറങ്ങിക്കിടന്ന കള്ളനെ നാട്ടുകാർ പിടികൂടി. കോവിലൂർ ശ്രീ കഴുവാൽവട്ടം ക്ഷേത്രത്തിലാണ് മോഷണ ശ്രമം നടന്നത്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരി ശ്രീകോവിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ ഭാരവാഹികളെ വിളിച്ചു വരുത്തി നടത്തിയ പരിശോധനയിലാണ് കള്ളനെ പിടികൂടിയത്. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശിയായ സെന്തിലാണ് പിടിയിലായത്. അയ്യപ്പക്കെട്ടിൻ്റെ ആരെങ്കിലും ആയിരിക്കും നേരത്തെ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ താക്കോല് പുള്ളി കാലിൽ ചവിട്ടി പിടിച്ചിരുന്നു. താക്കോലെടുത്ത് പോറ്റി ക്ഷേത്രത്തിന് വലിയമ്പലത്തിൻ്റെ നട തുറന്നു. ഒന്നാമത്തെ നട തുറന്ന് രണ്ടാമത്തെ നട തുറക്കാൻ വേണ്ടി നോക്കിയപ്പം അത് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും ഈ പുള്ളിയെ വന്ന് കണ്ട് ഇതുപോലെ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഈ പുള്ളി എണീക്കുന്നില്ല. ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ്. പോറ്റി എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റികളെ വിളിച്ചറിയിച്ചു. അപ്പോൾ അവരൊക്കെ വന്ന് തട്ടിയാണ് അയാൾ ഉണർത്തിയത്. സാന്ത്വന സജു വിവരങ്ങളുമായി ചേരുകയാണ്. സാന്ത്വന, ഇത്രയും ഗതികെട്ടൊരു കള്ളനെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്തോ? അത് തന്നെയാണ്. നമ്മൾ സാധാരണ ഈ മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ നമുക്കൊരു ഭയവും ആശങ്കയും ഒക്കെയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ അത് സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഗതികെട്ടൊരു കള്ളൻ വേറെ കാണില്ല. ഈ ആള് ഭയങ്കര കുപ്രസിദ്ധ മോഷ്ടാവൊക്കെയാണ്. പക്ഷെ എന്തായാലും ഇന്നലെ മോഷ്ടിക്കാൻ കയറിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ്. അവിടെ കോവിലൂർ ശ്രീ കഴുകുവാൽവട്ടം ക്ഷേത്രം, അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ ക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രമാണ്. സാധാരണ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പൂജയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളത്. ഇന്നലെ ഇപ്പോൾ അവിടെ അയ്യപ്പൻ കെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൂജാരി ഇന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് വന്നു. അദ്ദേഹം വന്ന് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ വാതിൽ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പരിസരത്തൊക്കെ ഒരു പരിശോധന നടത്തി നോക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചതിന്റെ ചില അടയാളങ്ങളൊക്കെ കണ്ടു. അപ്പോൾ തന്നെ അകത്ത് ആരോ കയറിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അകത്ത് പോയി പരിശോധന നടത്തിയപ്പോഴാണ് അകത്തിരുന്ന ഒരാൾ ഉറങ്ങുന്നത് കണ്ടത്. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഈ ക്ഷേത്രത്തിന്റെ കീയും മറ്റു സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെടുത്ത് അദ്ദേഹം തുറന്ന് എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. എന്നിട്ട് വിളിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഉണരുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഇതൊരു കള്ളനാണ് എന്ന് പൂജാരിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. പിന്നീട് ക്ഷേത്ര ഭാരവാഹികളെയും അവിടെയുള്ള ആളുകളെയും ഒക്കെ വിളിച്ച് അറിയിച്ചതിന് ശേഷം അവർ വന്ന് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയ ശേഷമാണ് ഒരു പ്രസിദ്ധ മോഷ്ടാവാണ് തങ്ങളുടെ വലയിലായിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായത്. അദ്ദേഹം തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശിയാണ്. സെന്തിൽ എന്നാണ് പേര്. പ്രധാനമായും ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തുന്ന ഒരു മോഷ്ടാവാണ്. പ്രത്യേകിച്ച് ഈ കേരള തമിഴ്നാട് ബോർഡറിലുള്ള ക്ഷേത്രങ്ങളിൽ പോയി കാണിക്കവഞ്ചി കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരു രീതിയാണ് ഈ സെന്തിലിനുള്ളത്. ഈ അവസാനമായി ഇയാളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് പോലും കേരളത്തിലാണ് എന്നുള്ളതാണ്. അത് പാലക്കാട് ജില്ലയിലെ ഒരു അതിർത്തി ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ മോഷണം നടത്തിയതിനാണ് അവസാനമായി കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു പ്രസിദ്ധ മോഷ്ടാവ് കൂടിയാണ്. എന്തായാലും ഇങ്ങനെ മോഷ്ടിക്കാൻ വന്നതിനിടെ ഉറങ്ങിപ്പോയിരിക്കുന്നത് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. നെയ്യാറ്റിൻകര പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാന്ത്വന നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ നമ്മളെ ഭയപ്പെടുത്തുന്ന സംഭവമാണ് മോഷണം എന്ന വാർത്തകളൊക്കെ വരുമ്പോൾ. പക്ഷേ ഇതിലൊരു കൗതുകവും ഉണ്ടായിരുന്നു. പക്ഷേ കുപ്രസിദ്ധനായ മോഷ്ടാവാണ്. പിടികൂടാൻ കഴിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇത്ര ലാഘവത്തോടെ ആ വാർത്ത കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്.